സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സൊസൈറ്റി അതിൻ്റെ നെയിമും ലൈബിലിറ്റിയും ചേഞ്ച് ചെയ്യുന്നത്. സൊസൈറ്റി അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ പഴയ പേരിൻ്റെ സ്ഥാനത്ത് പുതിയ നെയിം എൻ്റർ ചെയ്യുകയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും നെയിം ചേഞ്ച് ചെയ്യുകയും ചെയ്യും. സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത് വഴിയിട്ട് സൊസൈറ്റിയുടെ റൈറ്റ്സിലോ ഒബ്ലിഗേഷനിലോ ലീഗൽ പ്രൊസീഡിങ്സിലോ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഇനി എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ അത് പഴയ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലൈബിലിറ്റി. ഒരു സൊസൈറ്റിയുടെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കിട്ടി 2 മാസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഷെയറും ലോണും ഡിപ്പോസിറ്റൊക്കെ വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഈ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും അവരുടെ ഈ ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ അവരുടെ അസൻ്റായിട്ട് കൺസിഡർ ചെയ്യും. മെമ്പേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും സമ്മതം കിട്ടുകയും അവരുടെ ക്ലെയിം ഫുള്ളായി മെറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ അമെൻമെൻറ്റ് എഫക്റ്റിൽ വരുള്ളൂ. സെക്ഷൻ 12 റൂള് 9 അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി. അമെൻമെൻറ്റ് വാലിഡ് ആകുന്നത് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതലാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് രജിസ്ട്രാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും ഫിനാൻസിംഗ് ബാങ്കിനെയും കൺസൾട്ട് ചെയ്തിരിക്കണം. എങ്ങനെയാണ്? അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ ബൈലോ ആണ് അമെൻഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും, മറ്റു സൊസൈറ്റികളുടെ കേസിലാണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും, ഇനി സൊസൈറ്റി ഫിനാൻസിംഗ് ബാങ്കിനോട് ഇൻഡക്റ്റഡ് ആണെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിനെയും കൺസൾട്ട് ചെയ്തിരിക്കണം. റൂള് 9 ബൈലോ അമെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. ജനറൽ ബോഡി മീറ്റിങ്ങിന് 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് കൊടുത്തിരിക്കണം. റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് 2/3 മജോറിറ്റിയിലാണ്. ഇനി ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സ് 500-ൽ കുറവാണെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഇൻറ്റിമേഷൻ ചെയ്ത് അവരുടെ ഫുൾ സിഗ്നേച്ചർ വാങ്ങണം. ഈ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ രജിസ്ട്രാറിന് കൊടുക്കണം. ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്യണം. ആപ്ലിക്കേഷൻ കിട്ടി 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ തീരുമാനമെടുത്തിരിക്കണം. രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് അമെൻമെൻറ്റിൻ്റെ ഒരു കോപ്പിയും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സൊസൈറ്റിക്ക് ഫോർവേഡ് ചെയ്യും. അതായിരിക്കും അമെൻമെൻറ്റിൻ്റെ കൺക്ലൂസീവ് എവിഡൻസ്. ഇനി രജിസ്ട്രാർ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുവാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് 50ഉം 500ഉമാണ്. അതായത് SC/ST സ്കൂൾ, കോളേജ്, വുമൺ സൊസൈറ്റിക്ക് 50 രൂപയും ബാക്കി സൊസൈറ്റിക്കാണെങ്കിൽ 500 രൂപയുമാണ് വരുന്നത്. റൂള് 9 ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനിൽ ഉൾപ്പെടേണ്ടത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്, നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഗീവൻ ടു ജനറൽ ബോഡി, നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ആസ് പെർ ബൈലോ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ്, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് മീറ്റിംഗ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു ഫോം ദ ക്വാറം ഓഫ് മീറ്റിംഗ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് സച്ച് മീറ്റിംഗ്, number of members who exercised their votes, the number of members who voted for the amendment. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ബൈലോ അമെൻഡ് ചെയ്തു കഴിഞ്ഞ് വരേണ്ട ബൈലോയുടെ 4 കോപ്പീസ് കൊടുത്തിരിക്കണം. സെക്ഷൻ 13 അമെൻമെൻറ്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്. രജിസ്റ്റർ ചെയ്യുന്ന അന്ന് മുതലായിരിക്കും അമെൻമെൻറ്റ് എഫക്റ്റിൽ വരിക. സെക്ഷൻ 13A റൂള് 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. ഒരു സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ബൈലോയിലാണ്. ഒരു സൊസൈറ്റിയുടെയും അതിൻ്റെ ബ്രാഞ്ചസിൻ്റെയും പേരും അഡ്രസ്സും, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ്, മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നോമിനൽ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ്, നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബൈലോയിൽ പറഞ്ഞിരിക്കണം. റൂള് 15 പ്രകാരം രജിസ്ട്രാർ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒബ്ജക്റ്റിൻ്റെ ബേസിലാണെന്ന് പറയുന്നില്ലേ? അത് ഓരോ സൊസൈറ്റിയുടെയും ബൈലോയിൽ പറയുന്ന ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയാണ് ഒരു സൊസൈറ്റി ക്രെഡിറ്റ് ആണോ, മാർക്കറ്റിംഗ് ആണോ, കൺസ്യൂമർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് ബൈലോയിൽ പറയുന്ന ഒബ്ജക്റ്റ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതാണെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സെക്ഷൻ 14 റൂള് 13 അമാൽഗമേഷൻ,
ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. രണ്ടോ അതിലധികമോ സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്ത് ഒരു ന്യൂ സൊസൈറ്റി ഫോം ചെയ്യാം. ഒരു സൊസൈറ്റിക്ക് രണ്ടോ അതിലധികമോ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ജനറൽ ബോഡി കൂടാനായിട്ട് 15 days ക്ലിയർ നോട്ടീസ് കൊടുക്കണം. 2/3 മെജോറിറ്റിയിലാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത്. ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും നോട്ടീസ് കൊടുക്കണം. 2 മാസത്തിനുള്ളിൽ അവരുടെ ഷെയറും ഡിപ്പോസിറ്റും ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. സെക്ഷൻ 14A പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 2019 ഇൻസെർട്ട് ചെയ്ത സെക്ഷനാണ് സെക്ഷൻ 14A. ഈ സെക്ഷൻ പ്രകാരം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സിമ്പിൾ മെജോറിറ്റിയിലാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് എബോവ് 50%. റെസൊല്യൂഷൻ പാസ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ മെമ്പേഴ്സിന് ഷെയറും ഡിപ്പോസിറ്റും വിഡ്രോ ചെയ്യാനും ലോണ് ക്ലോസ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. മറ്റ് ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഇൻഫോം ചെയ്യുന്നത് 2 ലീഡിംഗ് ഡെയിലി ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടാവും. ഇനി മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തില്ല എങ്കിൽ അത് അവരുടെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്ത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന ഡേറ്റ് മുതൽ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ഇനി എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരിലായിരിക്കത്തില്ല. സെക്ഷൻ 14AA പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് മജോറിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ വോട്ട്സിലായിരിക്കും. ഇങ്ങനെ തുടങ്ങുന്ന സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുവരെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ ബോഡിയാണ്. ഇനി എന്ത് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതല്ലാതെ വേറെ ബിസിനസ്സൊന്നും ആ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാൻ പറ്റില്ല. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗവേണിംഗ് ബോഡിയെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സൊസൈറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ പകുതി ഹോൾഡ് ചെയ്യുന്നത് സൊസൈറ്റി ആയിരിക്കണം. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ല. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റഡ് അക്കൗണ്ട്സും എല്ലാ വർഷവും ജനറൽ ബോഡിക്ക് മുമ്പായിട്ട് സൊസൈറ്റിക്ക് കൊടുത്തിരിക്കണം. സെക്ഷൻ 14B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2 അതിൽ കൂടുതലോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രാറിൻ്റെ പ്രയർ പെർമിഷനോട് കൂടി റെസൊല്യൂഷൻ പാസ് ചെയ്യാം. ജനറൽ ബോഡിക്ക് 50 days ക്ലിയർ നോട്ടീസ് കൊടുത്തിരിക്കണം. ഇത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഫേം അല്ല. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൈൻ കേസസ്. സെക്ഷൻ 14 പറയുന്ന 3 കേസിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഒരു സൊസൈറ്റിയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. 2 or more സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ അമാൽഗമേറ്റ് ചെയ്ത സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ന്യൂ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യും. ഒരു സൊസൈറ്റി 2 or more സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ന്യൂ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യും.